പൊതുവെ എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നെഞ്ചെരിച്ചിൽ, പുളിച്ച് തകട്ടൽ, വയറ് വീർത്ത് വരിക, അതുപോലെ എന്ത് കഴിച്ചാലും പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ തോന്നൽ. ഇങ്ങനെയൊക്കെ എല്ലാവരും ജനറലി നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് ഗ്യാസ്ട്രൈറ്റിൻ്റെ സിംറ്റംസ്, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ, QNB ഹെൽത്ത് കെയർ. അപ്പോൾ എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൻ്റെ പാണിയിലുള്ള മ്യൂക്കസ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡാണ് HCl എന്ന് പറയുന്നത്. ഈ മ്യൂക്കസ് സെൽസിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ്, അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാതെ നമ്മളിങ്ങനെ ലോങ് ടേം ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് ഫർദർ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, അത് ഇൻഫെക്ഷൻ ആവാം, അൾസർ പോലുള്ള കണ്ടീഷൻസ് വരാം. അത് കുറച്ചുകൂടെ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ക്യാൻസേഴ്സ് വരെ ഉണ്ടാവാം. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസിന് വേണ്ടി ജനറലി നമുക്ക് ഒരുപാട് മെഷേഴ്സ് നമ്മൾ വീട്ടിൽ നിന്നായാലും നമ്മളല്ലാതെ മെഡിസിൻസ് ആയിട്ട് നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യാറുണ്ട്. ജനറലി ഇത് കാണുന്നത് രണ്ട് രീതിക്കാണ്, അതായത് ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന രണ്ട് രീതിക്കാണ് ഇത് കാണാറുള്ളത്. ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് ആസിഡ് കൂടുന്നൊരു സാഹചര്യമാണ്. ഇനി ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിൽ ആസിഡ് കുറയുന്നൊരു സാഹചര്യമാണ്. രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സിംറ്റംസിൽ നിന്നാണ്. അതായത് രണ്ട് രീതിക്കായിരിക്കും പേഷ്യൻസ് കംപ്ലയിൻറ്റ് ചെയ്യുക. ഒന്നാമതായിട്ട് ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രധാനമായിട്ട് നെഞ്ചരിച്ചിൽ, പുളിച്ച് തേട്ടി വരിക, കഫം കെട്ടി നിൽക്കും പോലെ തോന്നുക, വയറ് വേദനിക്കുക, തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മൗത്ത് അൾസേഴ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ജനറലി കംപ്ലയിൻ്റ് ആയിട്ട് വരിക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ജീരകം എടുക്കുക. കരിഞ്ജീരകം നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതെന്ത് ചെയ്യുക, വെള്ളത്തിനകത്തിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളം ചൂടോടെ അല്ലെങ്കിൽ ഇളം ചൂടോടൊക്കെ ഒന്ന് കൺസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇങ്ങനൊരു കണ്ടീഷൻ നമുക്കൊരു കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്ന രീതിക്ക് ഒരു സിംറ്റംസ് ആയിരിക്കും. അതായത് നെഞ്ചുവേദന ഉണ്ടാവാം, കൈകളിലേക്ക് വേദന വരാം, അതുപോലെ വയറ് വേദന വരാം, മൈഗ്രെയിൻ, പ്രധാനമായിട്ട് മൈഗ്രെയിൻ പോലുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പൊതുവെ ഹൈപ്പോ അസിഡിക് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഉണ്ടാവാം. ഇനി ഇതിനെങ്ങനെയാണ് ക്യൂർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അതായത് നമ്മുടെ പുളിപ്പിച്ച സാധനങ്ങളിലാണ് പ്രധാനമായിട്ടും കാണുക. അതായത് മോര് വെള്ളം, അതുപോലെ തൈര്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ പഴങ്കഞ്ഞി, ഇതൊക്കെ നമുക്ക് നല്ല ബാക്ടീരിയനെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ആപ്പിൾ സിഡർ വിനേഗർ. ഈ ആപ്പിൾ സിഡർ വിനേഗർ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ കഴിക്കുക. ഒരു ഹാഫ് ആൻ അവർ മുന്നൊക്കെ നമ്മൾ കഴിക്കുന്നത് ഇതുപോലൊരു ഹൈപ്പോ അസിഡിക് കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇങ്ങനൊരു കണ്ടീഷൻ വരാനുള്ള കാരണങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഒന്നാമതായി പറയാനുള്ളത് H. പൈലോറി ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻസ്, അതായത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നൊരു ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷനാണ് നമുക്ക് പ്രധാനമായിട്ട് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. രണ്ടാമതായി പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, അതായത് നമ്മൾ ലോങ് ടേം ആയിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ പുകവലിക്കുകയോ ചെയ്യുന്ന ആൾക്കാരിൽ ഇങ്ങനെ ഒരു ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള കേസുകൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഇന്നർ ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് വരുന്നത്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ്, എന്തെങ്കിലും ഒരു സ്ട്രെസ്, അതായത് നമ്മുടെ സൈക്കോളജിക്കലി എനി ടെൻഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷൻ വരാം. നമ്മുടെ ഡൈജഷനും അതുപോലെ ഉള്ള കാര്യങ്ങളൊന്നും പ്രോപ്പർ ആവില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പ്രശ്നം വരാം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, തൈറോയിഡ് പോലെയുള്ള എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു ബുദ്ധിമുട്ട് വരാം. ഇനി നമ്മൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് സ്റ്റിറോയിഡ്സോ പെയിൻ കില്ലേഴ്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് വരാം. ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതും നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി ഇൻടേക്ക്, അതായത് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ഫുഡിലൊക്കെ എന്തെങ്കിലും കോമ്പിനേഷൻസ് ശരിയല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കിതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് വരാം. ഇനി ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഫൈബർലെസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. അതായത് ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജഷനൊക്കെ വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്നൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ ഫൈബർലെസ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അസിഡിറ്റി കൂടും. ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, മൈദ ഒക്കെ ഇട്ടിട്ടുള്ള ധാരാളം ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു കണ്ടീഷൻ വരാം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ
കഫീൻ എന്ന് പറയുന്നത് നമുക്ക് അസിഡിറ്റി കൂട്ടാനൊരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിനെയും അന്നനാളത്തിനെയും തിരിക്കുന്ന ഒരു മസിലുണ്ട്, അതിന് വീക്ക്നെസ് ഉണ്ടാക്കും. ഇതൊക്കെ നമുക്ക് അസിഡിറ്റി കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ നമുക്ക് പാല് കംപ്ലീറ്റ് ഒഴിവാക്കണം ഇങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ആൾക്കാർ. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം, പുളിയുള്ള അല്ലെങ്കിൽ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ധാരാളമായി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചിലും പുളിച്ചുതട്ടലും ഒക്കെ വരും. അതുപോലെ ടൊമാറ്റോ, ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് വരാം. ഇനി നമുക്ക് എരിവുള്ള ഓവർ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ മസാല ഓവറായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. ഇതുപോലെ ചില അച്ചാറുകൾ പിക്കിൾസൊക്കെ നമ്മൾ ഓവറായി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ചില സാഹചര്യങ്ങളിൽ പുളിച്ച് തേട്ടി വരിക, അല്ലെങ്കിൽ നെഞ്ചത്ത് ഇങ്ങനെ ഒരു എരിച്ചിൽ പോലെ ഫീൽ ചെയ്യുക, ഇങ്ങനെ കഫം കെട്ടിയിരിക്കും പോലെ ഫീൽ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ജനറലി കാണാറുള്ളതാണ്. അതുപോലെ നമ്മൾ പുകവലിയും മദ്യപാനവും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഇത് നമുക്ക് ഫർദർ നമ്മൾ ഒരു ഗ്യാസ്ട്രിക് കംപ്ലയിൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഫർദർ അതൊരു ക്യാൻസർ ഉള്ള സ്റ്റേറ്റിലേക്ക് വരെ എത്തിക്കാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ട് വെറും വയറ്റിലൊക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളമൊക്കെ നിങ്ങൾ വെറും വയറ്റിൽ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക വെറും വയറ്റിൽ. പഴമൊക്കെ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. അതൊരു സോല്യൂബിൾ ഫൈബറാണ്. അപ്പം നമ്മുടെ അസിഡിറ്റി ഒക്കെ കുറയ്ക്കും. അതുപോലെ ഒന്നാണ് മോര് എന്ന് പറയുന്നത്. മോര് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗുഡ് ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് ആണ്. അത് ധാരാളമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എപ്പോഴും അരവയറ് ഭക്ഷണം, നേരത്തെ ഞാൻ പറഞ്ഞു അരവയറ് ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അരവയറ് ഭക്ഷണം, 1/4 വയറ് വെള്ളം, അതുപോലെ 1/4 വയറ് വായു, ഇങ്ങനെയാണ് നമ്മളൊരു പ്രോട്ടോക്കോൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ മസാല ആഡ് ചെയ്യാതെ ഒരു ലൈറ്റ് ബ്ലാൻഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലൊക്കെ കുക്ക് ചെയ്ത് സ്റ്റൂ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ വെജിറ്റബിൾ സൂപ്പൊക്കെ ധാരാളമായിട്ട് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഫ്രൂട്ട്സ് കഴിക്കുമ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊരു ഫ്രൂട്ട് പ്ലേറ്റ് ആക്കിയിട്ട് ഒരു സാലഡ് പരുവത്തിൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇനി വെജിറ്റബിൾസ് ആണെങ്കിലും നല്ലപോലെ കൺസ്യൂം ചെയ്യുക. ഫൈബർ റിച്ച് ആണ്. അതിപ്പം വെജിറ്റബിൾ സാലഡ്സ് പോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അസിഡിക് കണ്ടീഷൻ, അതായത് ഗ്യാസ്ട്രിക് കണ്ടീഷൻ ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒനിയൻ കഴിക്കുന്നതൊന്ന് പ്രിവെൻറ്റ് ചെയ്യുക. ഉള്ളി കഴിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സവാള കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പച്ചക്കറി ധാരാളമായി കഴിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. സാലഡ് ഫോമിലാണെങ്കിലും ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അത് ഗ്രില്ല് ചെയ്ത് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ടേസ്റ്റ് വൈസ് നിങ്ങൾക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. അതായത് കുറച്ച് വെജിറ്റബിൾസ് കമ്പൈൻ ചെയ്തിട്ട് അതൊന്ന് ഹാഫ് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുമ്പോഴും നല്ലതാണ്. ശർക്കര ധാരാളം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു അസിഡിറ്റി ഉള്ള കണ്ടീഷനിൽ കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം ശർക്കര ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ അതൊരു മിനറൽ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് പാർട്ടിക്കിളാണ്. അതുപോലെ രാത്രി കാലങ്ങളിൽ ഭക്ഷണം വളരെ കുറച്ച് മാത്രം കഴിക്കുക. ഇനി കഴിക്കുകയാണെങ്കിലും അതൊരു 6:30-7 മണിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ഭക്ഷണം എത്ര വൈകുന്നോ നമ്മുടെ ഡൈജഷൻ അത്രയും വൈകുകയാണ്. രാത്രി നമ്മളിപ്പോൾ ഒരു 8:30-9 മണി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പം നമുക്കൊരു 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ നമ്മൾ ആ സമയത്തും നമ്മുടെ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു 7 മണിൻ്റെ മുമ്പേ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡയറ്റിലും അതുപോലെ ലൈഫ് സ്റ്റൈലിലും മാനേജ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ കണ്ടീഷൻ മാറുന്നില്ല എങ്കിൽ മാത്രം നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് എടുത്തതിന് ശേഷം മാത്രം മെഡിസിൻസ് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്